ഹായ്. ഇന്ത്യൻ പെനിൻസുലയുടെ, അതായത് നമ്മുടെ ദക്ഷിണേന്ത്യയുടെ മാപ്പ് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരു സംശയം തോന്നിയിട്ടുണ്ടാവാം. പശ്ചിമഘട്ടത്തിൽ, അതായത് പടിഞ്ഞാറൻ തീരത്തിന്റെ തൊട്ടടുത്ത് നിന്ന് തുടങ്ങുന്ന പല വലിയ നദികളും തൊട്ടുമുന്നിലുള്ള അറബിക്കടലിലേക്ക് ഒഴുകിപ്പോവാതെ ഇന്ത്യയുടെ വീതി മുഴുവൻ താണ്ടി കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിലാണ് ചേരുന്നത്. എന്തിനായിരിക്കും ഈ നദികൾ ഇങ്ങനെ ഒരു ലോങ് റൂട്ട് എടുക്കുന്നത്? വരൂ, നമുക്ക് ഈ ഒരു ഭൂമിശാസ്ത്രപരമായ രഹസ്യം എന്താണെന്ന് നോക്കാം. അതെ, ഇതാണ് നമ്മുടെ പ്രധാന ചോദ്യം. ഒന്നാലോചിച്ചു നോക്കൂ, പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഈ നദികളെല്ലാം തുടങ്ങുന്നത്. അതായത് പടിഞ്ഞാറൻ തീരത്ത് നിന്ന് കഷ്ടിച്ചൊരു 50-60 കിലോമീറ്റർ ദൂരമേയുള്ളൂ. എന്നിട്ടും എന്തിനാണ് 1000-ലധികം കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിക്കുന്നത്? ഇതിന് പിന്നിൽ വളരെ സിമ്പിൾ, പക്ഷെ നമ്മളെ അതിശയിപ്പിക്കുന്നൊരു കാരണമുണ്ട്. അപ്പോ എന്താണ് ആ ഉത്തരമെന്നല്ലേ? വളരെ സിമ്പിളാണ്. ഈ ഇന്ത്യൻ ഉപദ്വീപം മുഴുവനായിട്ട് ഒരു വശത്തേക്ക് ചെറുതായിട്ട് ചരിഞ്ഞുവെച്ച ഒരു വലിയ മേശ പോലെയാണെന്നൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ആ മേശയുടെ ഉയർന്ന ഭാഗത്ത് കുറച്ച് വെള്ളമൊഴിച്ചാൽ എങ്ങോട്ട് പോകും? സ്വാഭാവികമായും ചരിവുള്ള ഭാഗത്തേക്ക് ഒഴുകിപ്പോകും, അല്ലേ? അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ശരി, അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരുമല്ലേ, എങ്ങനെയാണ് ഈ മേശ ഇങ്ങനെ ചരിഞ്ഞത്? ആ ഒരു ചെറിയ ചരിവിന് ഇത്രയും വലിയ നദികളുടെ ഗതിയെ മുഴുവനായി നിയന്ത്രിക്കാൻ പറ്റുമോ? പറ്റും. നമുക്കതിന്റെ കാരണങ്ങളിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാം. ഈ നദികളെപ്പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവയെല്ലാം പക്വതയെത്തിയ അല്ലെങ്കിൽ മെച്വർ സ്റ്റേജ് നദികളാണ്. അതെന്താന്ന് വെച്ചാൽ, ഹിമാലയൻ നദികളെപ്പോലെ ചെറുപ്പത്തിന്റെ ആവേശത്തിൽ എപ്പോഴും വഴിമാറി ഒഴുകുന്നവരല്ല ഇവർ. നേരെ മറിച്ച് ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഒരേ വഴിയിലൂടെ ഒഴുകി തങ്ങളുടെ പാത കൃത്യമായി ഉറപ്പിച്ച വളരെ സ്റ്റേബിളായ നദികളാണ് ഇവ. ഇതാണ് നമ്മുടെ ചോദ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റ് വന്ന് ഏഷ്യൻ പ്ലേറ്റുമായി കൂട്ടിയിടിച്ചാണ് ഹിമാലയമുണ്ടായതെന്ന് നമുക്കറിയാമല്ലോ, അല്ലേ? ആ ഭീമമായ കൂട്ടിയിടിയുടെ ആഘാതത്തിൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ പടിഞ്ഞാറ് ഭാഗം ചെറുതായി മുകളിലേക്കുയരുകയും കിഴക്ക് ഭാഗം താഴുകയും ചെയ്തു. സിമ്പിളായി പറഞ്ഞാൽ, നമ്മുടെ ആ മേശ പടിഞ്ഞാറ് നിന്ന് തെക്ക് കിഴക്ക് ദിശയിലേക്ക് ചെറുതായിട്ടൊന്ന് ചരിഞ്ഞു. അതോടെ അവിടെ രൂപപ്പെട്ട നദികളെല്ലാം സ്വാഭാവികമായും ആ ചരിവിലൂടെ കിഴക്കോട്ടൊഴുകാൻ തുടങ്ങി. അപ്പോ ഈ കിഴക്കൻ റൂട്ടിലൂടെ ഒഴുകുന്ന പ്രധാന കളിക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ? ഈ സിസ്റ്റത്തിലെ 4 മഹാനദികളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇവരെ മഹാനദികളെന്ന് വെറുതെ വിളിക്കുന്നതല്ല. 20,000 ചതുരശ്ര കിലോമീറ്ററിൽ കൂടുതൽ ക്യാച്ച്മെന്റ് ഏരിയ അഥവാ വൃഷ്ടിപ്രദേശം ഉള്ളതുകൊണ്ടാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, കേരളം എന്ന സംസ്ഥാനത്തിന്റെ അത്രയും വലിയൊരു ഏരിയയിലെ വെള്ളം മുഴുവൻ ഒരൊറ്റ നദിയിലേക്കാണ് ഒഴുകിപ്പോകുന്നത്. അതാണ് ഈ മേജർ എന്ന് പറയുന്നതിന്റെ അർത്ഥം. അപ്പോ ഇതാ വരുന്നു നമ്മുടെ 4 സൂപ്പർ സ്റ്റാർസ്: മഹാനദി, ഗോദാവരി, കൃഷ്ണ, പിന്നെ കാവേരി. ഇവരാണ് ദക്ഷിണേന്ത്യയുടെ ജീവനാഡികൾ. കിഴക്കൻ തീരത്തെ സമ്പുഷ്ടമാക്കുന്നതും ഇവരാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഓരോ നദിയെയും കുറച്ചുകൂടി അടുത്ത് പരിചയപ്പെട്ടാലോ? ഇവരുടെ നീളവും ശക്തിയുമൊക്കെ ഒന്ന് നോക്കാം. ഈ നമ്പറുകളൊന്ന് നോക്കിക്കേ. ഗോദാവരിയും കൃഷ്ണയും ഏതാണ്ട് 1400 കിലോമീറ്ററിലധികം ദൂരമാണ് ഒഴുകുന്നത്. കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പോയി തിരിച്ചു വരുന്നതിലും കൂടുതൽ ദൂരം. മഹാനദി പോലും 850 കിലോമീറ്ററിലധികം ഒഴുകുന്നുണ്ട്. പശ്ചിമഘട്ടത്തിൽ നിന്ന് തുടങ്ങി ബംഗാൾ ഉൾക്കടൽ വരെയുള്ള ആ യാത്രയുടെ ദൂരം ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തും. ഇവരുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ആളായ ഗോദാവരിക്ക് ഒരു ഓമന പേരുണ്ട്, ദക്ഷിണഗംഗ. കാരണം ഉപദ്വീപിലെ ഏറ്റവും വലിയ നദിയാണ്. അതുപോലെ ഗംഗയെപ്പോലെ തന്നെ വലിയ സാംസ്കാരിക പ്രാധാന്യവും ഗോദാവരിക്കുണ്ട്. അതിന്റെ വലിപ്പവും പ്രാധാന്യവും ഓർക്കാൻ ഈ ഒരൊറ്റ പേരു മതി. ഇനി ഇവ കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് നോക്കിയാലോ? ഇതൊന്ന് കണ്ടുനോക്കൂ. ഗോദാവരി മാത്രം ഒരു വർഷം 110 ക്യൂബിക് കിലോമീറ്ററിലധികം വെള്ളമാണ് കടലിലെത്തിക്കുന്നത്. ഈ നദികളിൽ എന്തുമാത്രം വെള്ളമുണ്ടെന്ന് ഈ കണക്കുകൾ കാണുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാകും. എന്നാൽ കാവേരിക്കൊരു സ്പെഷ്യൽ പവറുണ്ട്, ഒരു സൂപ്പർ പവർ എന്നൊക്കെ പറയാം. മറ്റുള്ള നദികളെ അപേക്ഷിച്ച് കാവേരിയിൽ വർഷം മുഴുവൻ ഒരുവിധം നല്ല രീതിയിൽ വെള്ളമുണ്ടാകും. എന്താണെന്ന് വെച്ചാൽ, യാത്രയുടെ തുടക്കത്തിൽ തെക്കുപടിഞ്ഞാറൻ മൺസൂണിൽ നിന്നും യാത്രയുടെ അവസാന ഭാഗത്ത് തമിഴ്നാട്ടിൽ വെച്ച് വടക്ക് കിഴക്കൻ മൺസൂണിൽ നിന്നും കാവേരിക്ക് മഴവെള്ളം കിട്ടുന്നു. 2 മൺസൂണുകളുടെയും ഗുണം കിട്ടുന്ന ഒരേയൊരു പ്രധാന നദി. ഇത്രയും ദൂരം ഒഴുകി ഇത്രയധികം മണ്ണും കൊണ്ടുവരുന്ന ഈ നദികൾ യാത്രയുടെ അവസാനം എന്തു ചെയ്യും? അവിടെയാണ് അടുത്ത അത്ഭുതം, അതായത് ഇവ നിർമ്മിക്കുന്ന ഡെൽറ്റകൾ. കിഴക്കൻ തീരമെന്ന് പറയുന്നത് പതുക്കെ കടലിൽ നിന്ന് ഉയർന്നുവരുന്ന ആഴം കുറഞ്ഞ ഒരു തരം തീരമാണ്. അതുകൊണ്ട് ആയിരക്കണക്കിന് കിലോമീറ്റർ യാത്രയിൽ ശേഖരിച്ചു കൊണ്ടുവരുന്ന
കോടിക്കണക്കിന് ടൺ എക്കൽ മണ്ണ് കടലിനോട് ചേർന്ന ഭാഗത്ത് നിക്ഷേപിക്കാൻ ഈ നദികൾക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഈ എക്കൽ നിക്ഷേപമാണ് പിന്നീട് ഫലഭൂയിഷ്ഠമായ കൂറ്റൻ ഡെൽറ്റകളായി മാറുന്നത്. ഈയൊരു ടേബിൾ നോക്കിയാൽ സംഭവം ക്ലിയറാവും. കിഴക്കോട്ടൊഴുകുന്ന നദികൾ നീണ്ട യാത്രക്കാരാണ്, മെല്ലെയാണ് ഒഴുക്ക്. അതുകൊണ്ട് വലിയ ഡെൽറ്റകളുണ്ടാക്കുന്നു. പക്ഷേ പടിഞ്ഞാറോട്ടൊഴുകുന്ന നമ്മുടെ പെരിയാർ പോലെയുള്ള നദികളോ ചെറിയ ദൂരം ഭയങ്കര സ്പീഡിൽ കുത്തനെ താഴോട്ട്. അതുകൊണ്ട് ഡെൽറ്റ ഉണ്ടാക്കാൻ സമയവുമില്ല, സ്ഥലവുമില്ല. അപ്പോ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ഈ ഭൂമിശാസ്ത്രപരമായ പ്രതിഭാസത്തിന്റെ പ്രാധാന്യം ശരിക്കും എന്താണ്? ഈ പുരാതന നദികൾ നമുക്ക് നൽകിയ പൈതൃകം എന്താണെന്ന് നോക്കാം. അപ്പോ ചുരുക്കി പറഞ്ഞാലേ കഥ ഇതാണ്. കോടിക്കണക്കിന് വർഷം മുൻപ് നമ്മുടെ ഇന്ത്യൻ ഉപദ്വീപിന് കിട്ടിയ ഒരു ചെറിയ ചരിവിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. ആ ചരിവിലൂടെ ലക്ഷക്കണക്കിന് വർഷങ്ങളായി ഒരേ വഴിയിലൂടെ ഒഴുകുന്ന ഈ പുരാതന നദികൾ മൺസൂൺ മഴയിൽ നിന്ന് ജീവൻ ഉൾക്കൊണ്ട് തങ്ങളുടെ നീണ്ട യാത്ര പൂർത്തിയാക്കി കിഴക്കൻ തീരത്ത് ഫലഭൂയിഷ്ഠമായ ഡെൽറ്റകൾ എന്ന വലിയൊരു സമ്മാനം നമുക്ക് നൽകുന്നു. ഈ നദികളുടെ വഴി ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി മാറിയിട്ടില്ല. അവ വളരെ സ്റ്റേബിളാണ്. പക്ഷെ അവയുടെ ജീവനാഡിയായ മൺസൂൺ മഴയുടെ കാര്യമോ? അതിന്റെ താളം തെറ്റുന്നുണ്ട്. അപ്പോൾ ഈ മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയിൽ നമ്മുടെ ഈ മഹാനദികളുടെയും അവയെ ആശ്രയിച്ച് ജീവിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരുടെയും ഭാവി എന്തായിരിക്കും? ഇത് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണല്ലേ?